കരിപ്പൂരിലേക്കാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈന്തപ്പഴ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 35 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. താമരശ്ശേരി സ്വദേശികളായ അബ്ദുൽ അസീസിനെയും മുഹമ്മദ് ബഷീറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എങ്ങനെയാണ് ഇവർ വലയിലായത്? ഇതെവിടേക്ക് കൊണ്ടുപോകാനുള്ള സ്വർണം? എന്താണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സമീർ? റിജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണക്കടത്ത് സജീവമാകുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഈ കസ്റ്റംസിന്റെ പരിശോധന മറികടന്ന് പുറത്തെത്തിയ യാത്രക്കാരിൽ നിന്നാണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് സ്വർണം പിടികൂടിയിരിക്കുന്നത്. ജിദ്ദയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ വന്ന താമരശ്ശേരി സ്വദേശി അബ്ദുൽ അസീസ് എന്ന് പറയുന്ന 40-കാരനാണ് ഈ സ്വർണം കടത്തിയിരിക്കുന്നത്. ഇയാളുടെ ബാഗേജിലുണ്ടായിരുന്ന ഈന്തപ്പഴത്തിനിടയിലാണ് ഇയാൾ സ്വർണ്ണാഭരണം ഒളിപ്പിച്ച് കടത്തിയത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. ഇയാളുടെ ബാഗിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്താനായത്. ഇയാളിൽ നിന്നും സ്വർണം സ്വീകരിക്കാനെത്തിയ താമരശ്ശേരി സ്വദേശി ബഷീർ എന്ന് പറയുന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം ഇതോടുകൂടി ആരംഭിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദമായി ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറയുന്നു. ഏതായാലും പിടികൂടിയ സ്വർണം കോടതിയിലും വിശദമായ റിപ്പോർട്ട് തുടരന്വേഷണത്തിന് വേണ്ടി കസ്റ്റംസിന് സമർപ്പിക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്, കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെ പോലീസാണ് പിടികൂടിയിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ ഈന്തപ്പഴ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 35 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത്. താമരശ്ശേരി സ്വദേശികളായ 2 പേർ പിടിയിലായിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.